സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ മയിലാടുംപാറ സ്വദേശി ഷിജു ആണ് മരിച്ചത്. പീച്ചി മയിലാടുംപാറ വനമേഖലയിൽ ആടുമേയ്ക്കുന്നതിനിടെയാണ് കാട്ടാനാക്രമണമുണ്ടായത്. സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് തൃശൂർ DFO മാർട്ടിൻ ലോവർ 24നോട് പറഞ്ഞു. അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു 150-200 മീറ്റർ മാറിയിട്ടാണ് ബോഡി കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ പറയാം. ആട് മേയ്ക്കാൻ പോയി എന്നുള്ളതാണ് പറയുന്നത് ഇവരെ. അങ്ങനെയാണ് ജനങ്ങൾ പറയപ്പെടുന്നത്. ഏതായാലും നമുക്ക് നോക്കാം, നോക്കിയിട്ട് പറയാം കൃത്യമായിട്ട്. വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായിരുന്നു എന്തായത്? ഇല്ല, അവിടെ ഫെൻസ് ഉണ്ട്. ഫെൻസ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാച്ചർമാരുണ്ടായിരുന്നു. അവർ രാത്രി നോക്കിയപ്പോൾ ഫെൻസ് ഫുൾ പവറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വനത്തിനുള്ളിലാണ്. ഫെൻസിങ് മറികടന്ന ആളകത്തേക്ക് കയറിയിട്ടുണ്ടോ? അത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്താണെങ്കിലും ഫെൻസ് ഉണ്ടല്ലോ, ഫെൻസിലേക്ക് പോയിട്ടുണ്ടാകാം. നമുക്ക് വ്യക്തമല്ല. എന്താണെങ്കിലും അന്വേഷിക്കട്ടെ. നമ്മളത് എങ്ങനെയാണെന്നുള്ള വിവരമുണ്ടോ സാർ? അതിപ്പോൾ ഡോക്ടർ പറയണം. നമ്മൾ പ്രാഥമികമായിട്ട് കണ്ടല്ലേ ഉള്ളൂ. ഉണ്ടാവും, പോലീസും അന്വേഷിക്കാം, വനവും അന്വേഷിക്കാം. അത് എന്താണെന്ന് വെച്ചാൽ നോക്കാം നമുക്ക്. പീച്ചിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം നാട്ടുകാർ തടഞ്ഞു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, നമ്മൾ ഇന്ന് കേട്ട ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. ഈ കാട്ടാനാക്രമണം അത് വർദ്ധിക്കുന്ന സാഹചര്യം. ഇന്ന് വീണ്ടും ഒരു ജീവൻ കൂടിയല്ലേ? ഭവ്യ, എന്തായാലും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പീച്ചി മയിലാടുംപാറയിലാണ് ഒരു യുവാവിന്റെ ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ആട് മേയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷിജു ഈ മേഖലയിലേക്ക് എത്തിയതെന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഈ ആടിനെ കാണാഞ്ഞതിനെ തുടർന്ന് ഈ വനത്തോട് ചേർന്ന പ്രദേശത്തെല്ലാം എത്തി ഷിജു ആടിനെ തിരക്കുന്നതിനിടയിലാണ് ഈ കാട്ടാനാക്രമണം ഉണ്ടായതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. പിന്നീട് ഈ ഷിജുവിനെ കുറിച്ച് ഒരു വിവരമില്ലാതിരുന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് മൃതദേഹം അവിടെ നിന്ന് ഈ പുറത്തേക്ക് എത്തിക്കുന്ന. ആ സമയത്തൊക്കെ നാട്ടുകാരെ സംബന്ധിച്ച് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഈ തടഞ്ഞ വാഹനങ്ങൾ തടഞ്ഞടക്കം ഈ നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഷിജുവിന്റെ മൃതദേഹത്തിന് ചെറിയ രീതിയിൽ ഹൃദയമിടിപ്പടക്കമുണ്ട് എന്ന് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും അങ്ങനെ നാട്ടുകാർ വഴിയൊരുക്കി കൊടുത്താണ് ഈ മൃതദേഹം ഈ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇപ്പോൾ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ചേട്ടാ, എന്തോ ഒരു പ്രാഥമികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിവരം? അത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അവിടെ നിന്ന് ഒരു തൊട്ടപ്പുറത്ത് തന്നെ ആട്ടുങ്ങളുണ്ട്. വീട്ടിലൊരു 4-5 ആട്ടുങ്ങളുണ്ട്. അതൊക്കെ ഉപജീവന മാർഗം അങ്ങനെയൊക്കെ ആയിട്ട് പോണവരാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴേക്ക് ആടിനെ വിട്ടിട്ട് ഒരെണ്ണത്തിനെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി നോക്കിയതാണ്. അപ്പോഴാണ് ഈ സംഭവം നടന്നേക്കണത്. പിന്നെ ആനയും കണ്ട് ഓടിച്ചു കഴിഞ്ഞിട്ട് അപ്പുറത്തെ കുഴിയിലും കണ്ട് വീണ് ചത്ത് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആന തലയ്ക്കൊക്കെ ചവിട്ടിയിട്ട് ആകെ മാരകമായിട്ട് പരിക്ക് പറ്റിയിട്ട് പിന്നെ തിരിച്ച് കാണാണ്ടിരുന്നിട്ട് ആൾക്കാരൊക്കെ ഒരു 7 മണിക്ക് ശേഷം ഇരുട്ടായതിനു ശേഷം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് ഇത് കണ്ടെത്തണത് എന്ന് പറഞ്ഞാൽ ബോഡി കണ്ടത്. അങ്ങനെയാണ്. പരിക്കേറ്റിട്ടുണ്ട്, ശരീരത്തിലടക്കം ആന ചവിട്ടിയതിന്റെ പരിക്കേറ്റിട്ടുണ്ട്. ഒന്നാ പറഞ്ഞാൽ ഇപ്പം നിലവിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോറസ്റ്റുകാർ കണ്ടമാനം പൈസ ചിലവാക്കിയിട്ട് ഗവൺമെൻറ് കണ്ടമാനം ഫണ്ട് ചിലവാക്കിയിട്ട് മൃഗങ്ങളെ നാട്ടിലേക്ക് ആൾക്കാരുടെ അടുത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ഉപദ്രവിക്കാനായിട്ട് മൃഗങ്ങളെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം കോടികൾ ചിലവാക്കിയിട്ട് ഈ മൃഗങ്ങളെ കാട്ടിലേക്ക് കയറ്റിവിടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അതായത് ഈ ഗവൺമെൻറ്, അതായത് കേരള ഗവൺമെൻറ് ആണെങ്കിലും അവർക്ക് ഫോറസ്റ്റ് എന്നുള്ള സംഭവം വികസിപ്പിക്കണം. പക്ഷേ ജനങ്ങളെ അവിടെ നിന്ന് കുടിയിറക്കിയിട്ട് അതൊരു അജണ്ടയാണത്, ഒരു അജണ്ടയാണത്. ജനങ്ങളെ കുടിയിറക്കി അത് കോർപ്പറേറ്റ് കമ്പനിക്ക് കൃഷി ചെയ്യാനായിട്ടായാലും എന്തിനായിട്ടായാലും ജനങ്ങളെ, പാവപ്പെട്ട ജനങ്ങളെ കുടിയിറക്കി അവരെ ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവരെ, അതാണ് ഗവൺമെൻറ് അജണ്ട. അത് എന്താ അജണ്ടയിലാണ് പോകണേന്ന് നമുക്ക് അറിയില്ല. വലിയ പ്രതിഷേധം ഉണ്ടോ നമ്മളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നാളെ ഭയങ്കരമായിട്ട് പ്രത്യേകത അവിടെ ഉണ്ടായിരിക്കും. പ്രതിഷേധം ഉണ്ടെന്ന് ഭയങ്കര ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയോ പറ്റില്ല. മൃഗങ്ങൾ, എല്ലാ മൃഗങ്ങളും, ഇത് ആന, കുരങ്ങ്, അണ്ണാൻ, ഈ ഒരു തെങ്ങില് പോലും ഒന്നും ഒരു ഇതുപോലും ഇല്ല. എല്ലാം കുരങ്ങ് വന്ന് അലക്കിക്കൊണ്ട് പോവാണ്. പിന്നെ പന്നി, ഒരു വശത്തുനിന്ന് പന്നി, സകല മൃഗങ്ങളും. വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.